ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 16-ാം ഭാഗമാണിത്. ഖുറൈശി പ്രമുഖന്മാരിൽ ചിലർ അബൂ ത്വാലിബിനെ കാണാൻ വന്നു. അവരുടെ ആഗമനത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഗൗരവം നിറഞ്ഞ മുഖഭാവത്തോടെ അവർ ഇരുന്നു. എന്താണ് എല്ലാവരും കൂടി ഇറങ്ങിയത്? വല്ല വിശേഷവും? അബൂ ത്വാലിബ് പതിയെ ചോദിച്ചു. വിശേഷങ്ങൾ താങ്കൾ അറിയുന്നുണ്ടല്ലോ. സഹോദരപുത്രൻ നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. അബൂ ത്വാലിബിന് കാര്യം മനസ്സിലായി. ഞങ്ങൾ ഗൗരവമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് താങ്കളെ അറിയിക്കുകയാണ്. നമ്മുടെ പൂർവികർ പിൻപറ്റിപ്പോന്ന ദൈവങ്ങളെയൊക്കെ മുഹമ്മദ് തള്ളിപ്പറയുന്നു. അവൻ പുതിയൊരു മതവുമായി വന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ അനുവദിക്കരുത്. അവനെ തടയാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക. വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. എന്ത് പറയുന്നു താങ്കൾ? ഞാൻ അവനോട് പറഞ്ഞു നോക്കാം, അബൂ ത്വാലിബ് പറഞ്ഞു. പറഞ്ഞതുകൊണ്ടായില്ല, പറഞ്ഞു പിന്തിരിപ്പിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്മാറുന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ തൽക്കാലം പോകുന്നു, പിന്നീട് വരാം. ഖുറൈശി നേതാക്കൾ ഇറങ്ങിപ്പോയി. മനസ്സമാധാനമില്ലാത്ത നിലയ്ക്കാണ് അവർ പോയത്. അബൂ ത്വാലിബ് ഏറെ വിഷമിച്ചു. സഹോദരപുത്രനെ ഈ പ്രവൃത്തിയിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും? പറഞ്ഞാൽ കേൾക്കുമോ? കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ഖുറൈശികൾ ആക്രമിക്കും. അവരുടെ ആക്രമണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാകുമോ? മോനെ, അബൂ ത്വാലിബ് നബി തങ്ങളെ വിളിച്ചു. നബി തങ്ങൾ വിളിക്കേട്ട് വേഗം വന്നു. മോനോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മോൻ മനസ്സ് വെച്ച് കേൾക്കണം. ഞാനൊരു വൃദ്ധനാണ്. നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല. നിന്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം നിർത്തിയില്ല എങ്കിൽ ഖുറൈശികൾ നിന്നെ ഉപദ്രവിക്കും. അവരുടെ ആക്രമണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല. നീ അത് മനസ്സിലാക്കണം. അബൂ ത്വാലിബിന്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വിഷമിപ്പിച്ചു. വൃദ്ധനായ പിതൃവ്യൻ താൻ കാരണം ആശങ്കയിലാണ്. ഖുറൈശികൾ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. എന്ന് വെച്ച് തന്റെ ദൗത്യം അവസാനിപ്പിക്കാൻ പറ്റുമോ? പരസ്യമായി ഇസ്ലാം മത പ്രചാരണം നടത്താൻ തന്നെ നിയോഗിച്ചത് സർവശക്തനായ അള്ളാഹു ആകുന്നു. ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കണം. അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അബൂ ത്വാലിബിന് പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് പ്രവാചക ദൗത്യം നിർത്തിവെക്കാൻ പറ്റുമോ? തന്റെ കടമ താൻ തന്നെ നിർവഹിക്കണമല്ലോ. വികാരഭരിതനായി പോയി. അതൊരു ഉറച്ച നിലപാടായിരുന്നു. അബൂ ത്വാലിബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സഹോദരപുത്രൻ പ്രഖ്യാപിച്ചു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. സൂര്യനെ എന്റെ വലത് കൈയിലും ചന്ദ്രൻ ഇടത് കൈയിലും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിയുകയില്ല. അബൂ ത്വാലിബ് ഞെട്ടിപ്പോയി. എന്തൊരു ധീരമായ മറുപടി! തന്റെ സഹോദരപുത്രനെ ഈ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ബോധ്യമായി. വികാരാവേശത്തോടെ അബൂ ത്വാലിബ് പറഞ്ഞു, വേണ്ട മോനെ, വേണ്ട മോനെ. നിനക്ക് നന്മയെന്ന് തോന്നുന്നത് നീ പ്രവർത്തിച്ചുകൊള്ളൂ. നിന്നെ ഒരാൾക്കും പിന്തിരിപ്പിക്കാനാവില്ല. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ വൃദ്ധൻ നിന്റെ പിന്നിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ആശ്വാസം തോന്നി. ഇത് വളരെ ബലമുള്ള രത്താണി തന്നെ. സഹോദരപുത്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ടും ആ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നു. അവനെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കുമാവില്ല. ഖുറൈശികൾ ഏതാനും ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അബൂ ത്വാലിബിന്റെ വാക്കുകൾ സഹോദരപുത്രൻ അനുസരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷ തെറ്റി. മുഹമ്മദ് മതപ്രചരണം തുടരുകയാണ്. പലരും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ടിരുന്നു. ചേർന്നവരാരും മടങ്ങുന്നില്ല. മർദ്ദനങ്ങൾ കൊണ്ട് പ്രയോജനവും കാണുന്നില്ല. അബൂ ത്വാലിബിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും പ്രയോജനം വന്നില്ല. ഇനി എന്താണ് വഴി? ഒന്നുകിൽ പണം കൊടുത്ത് പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വാധീനിക്കുക. അതിനുവേണ്ടി സമർത്ഥനായ ഒരാളെ വിടാം. സമർത്ഥനായ ഉത്ബത്ത് ബിൻ റബീഅയെ അയക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. വേണ്ട ഉപദേശങ്ങൾ നൽകി ഖുറൈശികൾ ഉത്ബത്തിനെ പറഞ്ഞയച്ചു. കാര്യം നേടുമെന്ന പ്രതീക്ഷയിൽ ഉത്ബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. എന്തൊക്കെയുണ്ട് മുഹമ്മദ് വിശേഷങ്ങൾ? ഉത്ബത്ത് വളരെ സ്നേഹഭാവത്തിൽ ചോദിച്ചു. സന്തോഷം തന്നെ. ഉത്ബത്ത്, സുഖം തന്നെയാണോ? എനിക്ക് സുഖം തന്നെ. ഇപ്പോൾ ഈ വരവിന് പ്രത്യേകിച്ച് ലക്ഷ്യം വല്ലതുമുണ്ടോ? അതെ, അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഖുറൈശി നേതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. പരസ്പരം വെറുപ്പും മത്സരവും വേണ്ട. അതിന് താങ്കൾ ഈ പുതിയ മതപരിവർത്തനം നിർത്തണം. അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാം. വ്യവസ്ഥകളോ? അതെന്താണ്? താങ്കൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഖുറൈശികൾ അത് നിർവഹിച്ചു തരും. പറഞ്ഞോളൂ, എന്ത് വേണം? ധാരാളം പണം വേണോ? അതോ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണോ? ചെയ്തു തരാം. ഇവിടെ ഒരു ഭരണാധികാരിയാക്കണമെന്നുണ്ടോ? നിങ്ങളെ ഞങ്ങൾ രാജാവായി അംഗീകരിക്കാം. ഈ പുതിയ തത്വങ്ങൾ പറഞ്ഞു നടക്കുന്നത് വല്ല അസുഖങ്ങളും പിടിപെട്ടതുകൊണ്ടാണോ? എങ്കിൽ ആ രോഗത്തിന് നമുക്ക് ചികിത്സയും നടത്താം. പറഞ്ഞോളൂ, എന്ത് വേണം? ഉത്ബത്ത് പറഞ്ഞു നിർത്തി. പ്രതികരണത്തിന് കാത്തുനിന്നു. സഹോദര, താങ്കൾ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചു. ഞാനത് നിർവഹിക്കുന്നു. അവൻ എനിക്ക് വഹി ഇറക്കുന്നു. ദീനിന് പകരം താങ്കൾ പറഞ്ഞ സംഗതികൾ സ്വീകരിക്കണമെന്നാണോ? സാധ്യമല്ല. അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. എന്താണിത്? എന്താണ് കേൾക്കുന്നത്? ഇതൊരു മനുഷ്യ വചനങ്ങളല്ല. ഇതൊരു കവിതയുമല്ല. ഇത് ഗദ്യവുമല്ല. ഉബൈദ് കിടുകിടുത്തു പോയി. എന്തൊരു സാഹിത്യം! എന്തൊരു കരുത്ത്! മനുഷ്യ മനസ്സിനെ ആടിയുലക്കാൻ പോകുന്ന വചനങ്ങൾ. വഹി വളരെ മഹത്തരമാണെന്ന് ഖുറൈശികളോട് പറയണം. അവരും ഇത് വന്ന് കേൾക്കട്ടെ, ഇത് ഉൾക്കൊള്ളട്ടെ. ഇതുവരെ മുഹമ്മദിനെ പറ്റി പറഞ്ഞതൊന്നും ശരിയല്ല. അത് ഖുറൈശികൾ അറിയട്ടെ. ഉത്ബത്ത് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. ഖുറൈശികൾ കാത്തിരിക്കുകയായിരുന്നു. ഉത്ബത്തിനെ കണ്ടപ്പോൾ തന്നെ ഖുറൈശികളുടെ ആവേശം തണുത്തു. പോയ മുഖഭാവമായിട്ടല്ല മടങ്ങി വരുന്നത്. ഖുറൈശി സഹോദരന്മാരെ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ.
മുഹമ്മദ് പാരായണം ചെയ്യുന്നത് വെറും കവിതയല്ല, അതിനേക്കാൾ വളരെ മഹത്തായതാണ്. മുഹമ്മദിനെ വെറുതെ വിട്ടേക്കൂ. നീയൊരു ബുദ്ധിമാനാണെന്ന് കരുതിയാണ് നിന്നെ പറഞ്ഞയച്ചത്. നീയൊരു മണ്ടനായി പോയല്ലോ. അവന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോയല്ലോ. പാവം. ബുദ്ധിമാനായ ഉത്തബത്തിനെ ഖുറൈശികൾ തള്ളിക്കളഞ്ഞു. തങ്ങൾ സ്വീകരിച്ച 2 മാർഗങ്ങളും വിജയിച്ചില്ല. ഇനി ശക്തിയുടെ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇസ്ലാം മതം സ്വീകരിക്കുന്നവരെ ശക്തി കൊണ്ട് നേരിടുക. ഏകനായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരെ തകർത്ത് തരിപ്പണമാക്കാൻ ഖുറൈശി പ്രമുഖന്മാർ പദ്ധതികൾ തയ്യാറാക്കി. അബുൽ ഹക്കം എന്നു പേരുള്ള അബൂജഹൽ കുപ്രസിദ്ധനായ നേതാവ്. അങ്ങനെ ഇസ്ലാം മതം വിശ്വസിച്ചവരെ അടിച്ചൊതുക്കാനുള്ള ഒരുക്കം. മർദ്ദനത്തിന്റെ നാളുകൾ വരവായി. ഈ കഥയുടെ 17ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.